ഇതിൽ ഒരാള് കയറി വന്നപ്പോൾ നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല ഒന്നുമില്ല. നേരത്തെ ചായ ഇട്ട് വെച്ചിട്ട് അത് തണുത്തപ്പോ വീണ്ടും ചൂടാക്കിയല്ലേ? പിന്നെ അത് വേസ്റ്റ് ആകുമ്പോ വേസ്റ്റ് കുടിക്കാനാണോ ഞാൻ? ഇതിനകത്ത് എന്തോ ഒരു മണം. ക്ലോറിൻ ഇട്ടാന്നല്ലോ. ഈ വെള്ളത്തിനാ ചായക്കും ചെറുതായിട്ടുണ്ടെന്നോ? കുറച്ച് എല്ലാ അളവിലിടണം, ശ്രദ്ധിച്ചിടണം. പുതിയ ആളൊക്കെ വരുമ്പോണ്ടല്ലേ നല്ല ഇതായിരിക്കണം. കുറച്ചൊരു ഉത്തരവാദിത്തം വേണം നിനക്ക് കേട്ടാ. എനിക്കെന്താ കുഴപ്പം? അല്ല, നീ കുറച്ച് ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ. നീ എഴുന്നേക്കണ സമയം എപ്പോഴാണ്? ആ, കൊച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുന്നേക്കണം. കാരണം നമ്മളെ പണ്ടല്ലേ കണ്ടല്ലേ പഠിക്കേണ്ടത്. അത് ഇത്ര നാളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അങ്ങനെയാണ്. ഇനിയിപ്പോ വരുമ്പോഴത്തേക്ക് നമ്മളെ കണ്ടല്ലേ പഠിക്കണം മക്കള്. അങ്ങനെ വേണം. അതേട്ടാ, ഈ ചെറിയ വെച്ചായിരിക്കോ അതോ വലിയ വെച്ചായിരിക്കോ? എന്റെ എത്ര ഉള്ള വെച്ചാ? അതല്ല, ചെറിയ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും അറിയാം. ചെറിയ വെച്ചെന്നായിരിക്കും. തീരെ പൊടി കൊച്ചു വേണ്ട, നമുക്കത് പറയാലോ. തീരെ കൊച്ചാണെങ്കിൽ നമുക്കൊന്നും അത് കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. നമുക്ക് അറിഞ്ഞോണ്ടല്ലോ, കൊച്ചു കിടന്ന് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. നമുക്കൊന്നും അറിയാതെ ഓടേണ്ടി വരും. കൊച്ചിന് സമയത്ത് പാൽ കൊടുക്കണം, അത് ആകെ പെട്ടുപോകും. കൊച്ചിയുടെ ഒരു 4-5 വയസ്സൊക്കെ ഉള്ള അങ്ങനെ പറയാൻ പറ്റുമോ അവിടെ? അങ്ങനെ ചോദിച്ചു നോക്കാം. നമുക്ക് അറിഞ്ഞൂടാ, അമ്പിളിക്കുട്ടൻ വന്നാൽ നമുക്ക് അതിനൊക്കെ പറ്റി കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും? ആണായാലും പെണ്ണായാലും തടി കൊച്ചുങ്ങൾ നമ്മളെ മക്കളല്ലേ, ആരായാലും നമ്മളെ മക്കളാണ്. ഇച്ചിരി കൂടെ വലിയ വെച്ച് മതി അല്ലേ? ഇത്തിരി ഒരു സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്നതിന് മുമ്പുള്ള ആണെങ്കിൽ നന്നായി. പിന്നെ എല്ലാം ഭാഗ്യം പോലെ. നമ്മൾ വിചാരിക്കണതൊക്കെ നടക്കണമെന്നില്ലല്ലോ. ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ ആഗ്രഹങ്ങൾ ഇപ്പം മനസ്സിൽ വെച്ചിരിക്കുക. എല്ലാരും ഒക്കെ ചോദിച്ചു തുടങ്ങിയേട്ടാ. ആര്? അപ്പുറത്തെ ചേച്ചിയൊക്കെ ചോദിച്ചു തുടങ്ങി. ഈ നാട്ടുകാർക്ക് എന്തിന്റെ കുഴപ്പമൊന്നും. കല്യാണം കഴിച്ച ആളുകൾ ചോദിക്കും, അല്ല കല്യാണം പ്രായമാകുമ്പോൾ ആൾക്കാർ ചോദിക്കും കല്യാണം കഴിക്കുന്നില്ലേ ചോദിക്കും. കല്യാണം കഴിയുമ്പോഴാ വിശേഷമൊന്നുമില്ലേ? കേട്ട് നമ്മൾ മടുത്താണ്. അതല്ലേട്ടാ, ഇപ്പൊ എല്ലാരും അറിഞ്ഞ് അതാ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ക്ലീറ്റോവും തങ്കും കൂടെ നാട് അവക്കൊന്നും സന്തോഷം കേട്ടാ. അവളെല്ലാരും പറഞ്ഞാണ് ചിലപ്പോ. എന്താ എല്ലാരും ചോദിക്കുന്നത്, എന്താ കൊണ്ടുവരാത്ത, എന്താ കിട്ടിയില്ലേന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഇവിടെ കിട്ടി, നമ്മൾ അകത്ത് വെച്ചിരിക്കുകയാണ്. സമയമാകുമ്പോ എടുത്ത് പുറത്ത് വയ്ക്കുന്ന പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കണ 10 മാസം വേണ്ടേ? അതൊക്കെ ശരി തന്നെയാ. എന്തൊരു അതൊക്കെ അടച്ചാ നീ. എന്താണ് രാവിലെ തന്നെ? എന്താണ്ട് കുതന്ത്രം കൂട്ടുകാരനായിട്ട് ആലോചിക്കാനാന്ന് തോന്നണല്ലോ. അയ്യോ, കുതന്ത്രവും കുത്തിത്തിരിപ്പൊക്കെ നിന്റെ ഭർത്താവ് ഹോസ്റ്റലായിട്ട് ഏറ്റെടുത്തിക്കല്ലേ, ആർക്കും വിട്ടുകൊടുക്കൂലല്ലോ. എവിടെ ഇല്ലേ ക്ലീറ്റസ് 14-ാമൻ? ഓ, ക്ലീറ്റോന് അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും നേരില്ലാന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. എന്തായിരുന്നു? ക്ലീറ്റോന് ഇഷ്ടം പോലെ പണിയുണ്ട്. എന്താ അകത്തിരുന്ന് കുത്തിക്കുറിക്കുന്നുണ്ട്. നീങ്ങ വാ. എന്തിന്? ഒരു സന്തോഷ വാർത്ത പറയാണ്ട് വാ. എന്താന്ന് പറയേ? വാ പറയാം. കനകോ, നമ്മളെ കൊച്ചിനെ ദത്തെടുക്കണില്ലേ, അതിനെ കുറിച്ച് വാ. കനക, ശിവ എവിടെ പോയി കിടക്കുന്നത്? എവിടെയാണ് പോയി കിടക്കുന്നത്? എത്ര വിളി വിളിച്ചു? ഞാൻ അടുക്കളയിൽ അവളൊന്ന് സഹായിക്കായിരുന്നത്. ഓഹോ, ആ പരിപാടിയൊക്കെ ഉണ്ടാ? പിന്നല്ലേ, ജീവിച്ചു പോട്ടെ നമുക്ക്. പറയാം. ഡേയ്, ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ശിശുക്ഷേമ വകുപ്പിലേക്ക് വിളിപ്പിച്ച ആളെ വിട്ടു. അപ്പോൾ അവർ പറഞ്ഞത് നിന്റെ അടുത്ത് ഒരു അപേക്ഷ കൊടുക്കാൻ. ആദ്യം നീ അപേക്ഷ കൊടു, ബാക്കി കാര്യം നമുക്ക് പിന്നാലെ ചെയ്യാം. പക്ഷെ ഉടനെ കിട്ടും. അല്ല, ഈ അപേക്ഷ കൊടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ, ശിശുക്ഷേമ സമിതിയിൽ ഇപ്പൊ അപേക്ഷ സ്വീകരിക്കണില്ല എന്ന് ഞാൻ അന്വേഷിച്ച പറഞ്ഞേ. അല്ല, അത് കുറച്ച് ദിവസത്തിന് മുമ്പ് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും അവർ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയല്ലേ? അല്ല, ഈ വേറെ കാര്യം ഉണ്ടേ, ഇത് കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം 8-10 വർഷം മുമ്പ് കൊടുത്തവരെ പോലും ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. പക്ഷെ അവന്റെ പാർട്ടിയുടെ ഒരു സ്വാധീനം വെച്ചിട്ട് നടക്കൂലല്ലേ? പാർട്ടി സ്വാധീനം ഇവിടെ പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് പോലും കൊടുത്തില്ല എന്നാ പറയാം. പ്രധാനമന്ത്രി റെക്കമെൻഡേഷൻ നിനക്ക് എങ്ങനെ അറിയാം? ഇടേ, ഇതൊക്കെ ഞാനും നിന്നെ പോലെ ഒരു പൊതുപ്രവർത്തകൻ തന്നെ, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ. ഇതിപ്പോ നമുക്കൊരു അങ്ങനെ ഒരു ആവശ്യം വന്ന അല്ലേ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് എപ്പോഴും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇടേ, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു നല്ല വശമുണ്ട്, ദൂഷ്യവശമുണ്ട്. അതിന് ആ വശങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല.
അളിയാ ഇപ്പോൾ നമ്മൾ എവിടെ കിടക്കുന്ന ഒരു കൊച്ചിനെ ആരുടെയോ കൊച്ച് നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു കൊച്ചിനാണ് നമ്മളിവിടെ എടുത്തുകൊണ്ട് വരുന്നത്. അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ സ്വഭാവം എങ്ങനെയാവും, അതിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാവും, പെരുമാറ്റം എങ്ങനെയാവും എന്ന് വല്ലതും അറിയാമോ? അതളിയ ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. പരിചയമുള്ള കാര്യം കൊച്ചിന് തരുമോ നമുക്ക്? അതാണ് പറഞ്ഞത്, അങ്ങനെ അറിയില്ല. ഇനി വളർന്ന് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സ്വത്തെല്ലാം അങ്ങോട്ട് എഴുതി മേടിച്ച് കഴിഞ്ഞിട്ട് തന്തേം തള്ളേനെ കൊണ്ടൊരു തള്ളുണ്ട് അനാഥാലയത്തിൽ. അപ്പൊ സ്വന്തം മക്കള് വലിച്ചെറിഞ്ഞാലോ? സ്വന്തം മക്കൾ തള്ളിയാ വിധിയെന്ന് കരുതി സമാധാനിക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇത് വിധിയെന്ന് കരുതി കൂടെ ഇത് അതുപോലെ അല്ലളിയാ. നമ്മൾ എവിടുന്നോ കിടക്കണം നമ്മളെ മുഴുവൻ അത് ഇതൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ കൊച്ചിനെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി എന്തിന് ഇത്ര സാഹസത്തിന് പോണത്? അല്ല ഇപ്പൊ അങ്ങനെ പറയണെങ്കിലേ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ പൊന്നു പോലെ പോറ്റി വളർത്തിയിട്ട് അച്ഛനെ അമ്മ തിരിഞ്ഞു നോക്കാത്ത മക്കളും ഇല്ലേ? പിന്നെ അവനെ പോലെ എൻ്റെ അങ്ങോട്ട് നിങ്ങൾ കയറി പിടിക്കണ്ട. ഞാൻ എൻ്റെ അപ്പനെ അമ്മയൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്ക് പോയി കാണുന്നുണ്ട് കേട്ടാ. അളി എന്തായാലും ഇതിനൊരു എതിരൊന്നും പറയാൻ നിൽക്കല്ലേ. അത് അളിയന്റെ കൂടെ ഞാനിത് പറയണത് നല്ലതിന് വേണ്ടിയാണ്. ഇപ്പൊ ഇത് നല്ലതല്ല. നിങ്ങൾ വല്ല അമ്പലത്തിൽ അവിടെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാവണതാണ് നല്ലത്. ഇനി പോകാൻ അമ്പലങ്ങളില്ലളിയാ, കാണാത്ത ഡോക്ടറും ഇല്ല, നമ്മൾ എന്ത് ചെയ്യാനാ? മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് വിളിച്ചാക്കും. ഞാൻ ഇത് നല്ലതല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. എടാ ഞാൻ പറയണത് നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവ് തങ്കം പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. അതെന്താ ഞാൻ പറഞ്ഞാൽ പിന്നെ അവർക്ക് അറിയാന്ന് പറഞ്ഞാൽ അനുഭവിക്കും. അത്ര നോക്കിക്കോളൂ. അപ്പോഴേ നീ കാണൂല, ഞങ്ങളെ കാണും. ഓ ഇവിടെ എല്ലാരും കാണും. നീ പോ, നീ അവന്റെ കാര്യം നോക്കാതെ കാര്യം ചെയ്യും. അപ്പൊ നാളെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒരു അപേക്ഷ എഴുതി കൊടുക്കും. ഓ പിന്നെ നമുക്ക് ബാക്കി നമുക്ക് തീരുമാനിക്കാം. നടക്കുകളിയാ നമുക്ക് ശരിയാക്കി എടുക്കാം. അതിനുള്ള ആളൊക്കെ നമ്മളതിലുണ്ട്. ശരി എന്നാ. ഓക്കേടാ വലിയ ഉപകാരം. ഇറങ്ങണേ. ശരി.